ഹാപ്പി വെൽക്കം എവരി വൺ. അങ്ങനെ നമ്മുടെ 13ാമത്തെ ക്ലാസ് ആണെന്ന്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ന് കുറേയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഇതേവരെ നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ എക്സാക്റ്റ് റിസൾട്ട് കാണുന്ന സെക്ഷനാണ് ഇന്ന്. കാരണം നമ്മൾ ഇത്രയും ദിവസം കുറേ കാര്യങ്ങൾ പഠിച്ചു. സൈക്കോളജി പഠിച്ചു, മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, ബ്രാൻഡിങ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് ഇന്ന് നമ്മളൊരു പോസ്റ്ററിലൂടെ AI യൂസ് ചെയ്ത് ഒരു പോസ്റ്ററിലൂടെ നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 റോങ് അസംഷൻസ്, ഈ റോങ് അസംഷൻസ് പല ദിവസവും നമ്മൾ കേട്ടിട്ടുണ്ടാവും. വൺസ് അഗൈൻ ഒന്നും കൂടെ പറയാണ്, ഇപ്പം നമ്പർ ഓഫ് റോങ് അസംഷൻ നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. കാരണം ഡേ ബൈ ഡേ നമുക്ക് കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ റിസൾട്ട് നേടാം എന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം ഹുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ട അതേ 2 റോങ് അസംഷൻസ് ആണ്. ഒന്ന്, പോസ്റ്ററിൽ നമ്മളെല്ലാം എഴുതിയാൽ കസ്റ്റമർ അത് എല്ലാം വായിക്കും. സോ അന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു, പോസ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അധികം ആരും വായിക്കില്ല എന്ന്. സോ അത് തന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. കാരണം നമ്മൾ ബിസിനസ് ഓണേഴ്സും ഒന്നല്ലെങ്കിൽ വേറെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നമുക്കും തിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എങ്ങനെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഒരു അടിപൊളി ഹുക്കുള്ള പോസ്റ്റർ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിൽ തന്നെയുണ്ട് സ്ക്രോൾ സ്റ്റോപ്പിംഗ് എന്നാണ്. എന്താണ് ശരിക്കും സ്ക്രോൾ സ്റ്റോപ്പിംഗ്? അതിനെക്കുറിച്ച് 1-2 വാക്ക് പറഞ്ഞുതരാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്, പരസ്യം കൊടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയയിൽ നമ്മൾ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ആ സോഷ്യൽ മീഡിയയുടെ സ്വഭാവം. സോ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഈ പോയിന്റ് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആണ്. നമ്മളെല്ലാവരും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പോസ്റ്റർ നമ്മുടെ കസ്റ്റമറെ കാണിക്കണം. അതാണ് നമ്മുടെ എയിം. സോ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മീൻസ് കസ്റ്റമറെ കണക്റ്റ് ചെയ്യുന്ന പോസ്റ്റർ, ആ പോസ്റ്റർ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കസ്റ്റമർ കണക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അവർ സ്പീഡിൽ ഇങ്ങനെ ഒറ്റവാക്കി നമ്മൾ തോണ്ടുക എന്ന് പറയും, സ്ക്രോൾ ചെയ്ത് ഫാസ്റ്റായിട്ട് വിട്ടുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ 2, സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്, പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മളെപ്പോലെ കുറേ ബിസിനസ് ഓണേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അതിനേക്കാൾ 100 ഇരട്ടിയാണ് സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ പോസ്റ്ററിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുന്നത് കസ്റ്റമറെ കണക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.